ഇപ്പൊ സൂപ്പർ ഹീറോ എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് മസിൽസും കാര്യങ്ങളും ഉണ്ടായാൽ മാത്രം ഒരു സൂപ്പർ ഹീറോ എന്ന് എനിക്ക് കിട്ടട്ടെ. എന്നുള്ള രീതിയിൽ ടോവിനോ നന്നായിട്ട് ആ ക്യാരക്ടർ ചാടി വന്ന് നിൽക്കലും ആ സാധനത്തിനൊക്കെ ഒരു ബോഡി ലാംഗ്വേജ് അതിന് നമുക്ക് ഈ പറഞ്ഞ പോലെ മസിൽസും സിക്സ് പാക്സും മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. അതിനൊരു സൂപ്പർ ഹീറോയുടെ ഒരു നാച്ചുറൽ മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഏറ്റവും ചേർന്നിരിക്കുന്ന ഒരു സാധനമാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് സിനിമ മാറിക്കൊണ്ടിരിക്കും. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാതെയും ഇംഗ്ലീഷ് മൂവീസ് കാണാതെ നമുക്ക് സിനിമ ഉണ്ടാക്കിക്കൂടെ? അതാണ് തൊടുപുഴക്കാരനായ ജയസൂര്യയുടെ ക്യാരക്ടർ വന്നിട്ട് മനോജ് കെജരിവാൾ ഒരു സിനിമ ഉണ്ടാക്കി കൊടുക്കുന്നത്. മനസ്സിലായി? സിനിമ ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ആ മാറ്റത്തിനനുസരിച്ച് നമ്മൾ മാറണം. അല്ല നമ്മൾ അവിടെ ഇരുന്നോണ്ട് ഇവരെ കുറ്റം പറയാൻ പാടില്ല. ഇപ്പോഴത്തെ പിള്ളേര് വരട്ടെ, അവര് വന്ന് നല്ല സിനിമകൾ ചെയ്യട്ടെ, അവരവരുടേതായ ചിന്തകൾ ചെയ്യട്ടെ. അത് വിജയിക്കുമോ വിജയിക്കില്ല എന്നുള്ളത് പിന്നീടുള്ള കാര്യം. അവരുടെ ജീവിതാനുഭവങ്ങളിൽ കൂടെ അവര് സിനിമ ചെയ്യുന്നു. സിനിമയിൽ പിന്നെ വിജയത്തെക്കാൾ പരാജയമാണ് ആഘോഷമാക്കുന്നതെന്ന് പറയുന്ന ഒരു വാക്കുണ്ട്, ജയചേട്ടൻ പറയുന്നത്. നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ നാളത്തെ ഓരോ ചവിട്ടുപടികളും പൊന്തുവലുകളുമായി മാറും. അത് 100% ഉറപ്പാണ്. എപ്പോഴും ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് മൂവിയാണ് അയാളെ ഇൻഡസ്ട്രിയിൽ നിർത്തുന്നത്. ഇപ്പൊ എനിക്കൊരു പടം വന്നതുകൊണ്ടല്ലേ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യാൻ വന്നത് അല്ലേ? അതിനെ കുറ്റം പറയാൻ പറ്റില്ല. എന്നാലും എല്ലാവരും അവരവരുടെ നിലനിൽപ്പിന് വേണ്ടി അവരവരുടെ രീതിയിലേക്ക് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ adenium plants പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ adenium plants നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹായ് ഹലോ, വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് അങ്ങനെ പറ. ഇന്ന് വിശേഷങ്ങൾ പങ്കുവെക്കാൻ നമ്മളുടെ കൂടെയുള്ളത് നമുക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായിട്ടുള്ള ഡയറക്ടർ ആൻഡ് ആക്ടർ ആയിട്ടുള്ള നമ്മളുടെ സ്വന്തം ബോബൻ സാമുവൽ. ബോബൻ ചേട്ടാ, വെൽക്കം ടു ദി ഷോ. എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. നമ്മളുടെ മച്ചാന്റെ മാലാക ഫെബ്രുവരി 27 റിലീസ് ആവാൻ പോവാണ്. അതാണ് പുതിയ വിശേഷം അല്ലേ? എന്താണ് ഈ മച്ചാന്റെ മാലാക എന്നുള്ള ടൈറ്റിൽ തന്നെ ഒരു യുണീക്ക് ആണ്. ഈ ടൈറ്റിൽ വരാനുള്ള ഒരു റീസൺ എന്താണ് ശരിക്കും? ആക്ച്വലി ഇതിന് വേറെ പല പേരുകളും ആയിരുന്നു. നമ്മൾ പല സിനിമകൾക്കും പേരിട്ടിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ആർട്ടിസ്റ്റുകളുടെ ഒരു കെമിസ്ട്രിയും പിന്നെ ടോട്ടൽ ഔട്ട്പുട്ടും ഒക്കെ നമ്മളിങ്ങനെ ഓരോ സീനിന്റെയും കണ്ട് വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ടൈറ്റിൽ ഓൾറെഡി വരും. എൻ്റെ മിക്കവാറും പടങ്ങളൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ടൈറ്റിൽ ഇട്ടുകൊണ്ട് സിനിമ തുടങ്ങും. പക്ഷേ ഈ പറയുന്ന പോലെ നമ്മൾ പിന്നെ പടം തീരുമ്പോൾ ആ ടൈറ്റിൽ നമുക്ക് മാച്ചായിട്ട് അത് തോന്നത്തില്ല. നമ്മൾ ആ സിനിമയിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലുന്തോറും നമുക്കതിൽ ടൈറ്റിൽ ചിലപ്പോൾ ആപ്റ്റായിട്ടുള്ള ഒരു ടൈറ്റിൽ പിന്നെ കിട്ടുള്ളൂ. അങ്ങനെ ഇതിലും അത് തന്നെ സംഭവിച്ചു. ഷൂട്ട് ഏകദേശം തീരാറായപ്പോൾ ഒരു ദിവസം രാവിലെ, അപ്പോൾ അന്ന് വരെ എല്ലാവരും ഇങ്ങനെ ടൈറ്റിൽ എന്താണെന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. പ്രൊഡ്യൂസറുടെ സൈഡിൽ നിന്നായാലും ആർട്ടിസ്റ്റിൻ്റെ സൈഡിൽ നിന്നായാലും ഇതിന് മുന്നേ വെച്ച പല ടൈറ്റിലുകൾക്കും അങ്ങോട്ട് ഓക്കെ അല്ല. ഞാൻ രാവിലെ എനിക്ക് അങ്ങ് പ്രഖ്യാപിച്ചു, പെട്ടെന്ന് അങ്ങ് തോന്നി. ഞാൻ പറഞ്ഞു മച്ചാന്റെ മാലാക. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കഥയിൽ അങ്ങനെ ഒരു പോക്കാ പോകുന്നത്. ഒരു മാലാക എന്നുള്ള ഒരു പേരും വെച്ചിട്ട് അതിന് ഉണ്ടാവുന്ന പ്രശ്നങ്ങളും നന്മകളും തിന്മകളും എല്ലാം ഉള്ളത്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ മാലാഹ എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ ഇന്ന് വരെയും ഒരു നെഗറ്റീവ് സങ്കല്പം ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതൊരു ഫണ്ണായിട്ട് തന്നെ ഈ പറയുന്ന പോലെ അയാൾക്ക് അതൊരു പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ആവുന്ന അയാളുടെ ലൈഫിൽ ആവുന്ന ഒരു മാലാഹയാണ്. അപ്പൊ എനിക്ക് എന്തുകൊണ്ടും എനിക്ക് അങ്ങനെ തോന്നി മാലാഹ എന്നുള്ള ഒരു പേര് നമുക്ക് ആയിട്ട് തോന്നുന്നത്. അപ്പൊ പിന്നെ ഈ മച്ചാൻ എന്ന് പറഞ്ഞ വാക്ക് സാധാരണ സൗബിനും നമ്മളെ എല്ലാരും മച്ചാൻ. അപ്പൊ അതും ഞാനിങ്ങനെ കുറച്ച് ദിവസമായിട്ട് കേട്ടോണ്ടിരിക്കുകയല്ലേ ഷൂട്ടിങ്ങിൽ. അപ്പൊ ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്തപ്പോ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള രണ്ട് പേരുകളാണ്, മച്ചാനും മാലാഖയും. അപ്പൊ ഞാൻ നോക്കുമ്പോൾ അത് രണ്ടും ചേർത്താൽ ചിലപ്പോൾ ഒരു വിഷയം ഒരു രസമായിരിക്കും. പിന്നെ ഇപ്പൊ പറഞ്ഞു എല്ലാരും അത് സെറ്റായി. അത് ആ പേരിൽ തന്നെ ഒരു യൂണിക്നെസ് ഉണ്ട്. ഇപ്പൊ ഈ ട്രെയിലർ കണ്ടാലാണെങ്കിലും നമുക്കൊരു കോമഡി ഡ്രാമ, ഒരു ഫീൽ ഗുഡ്, ഒരു എന്റർടൈനർ ആയിട്ടാണ് തോന്നുന്നത്. ശരിക്കും അങ്ങനെ തന്നെയാണോ മൂവി? അതുപോലെ തന്നെ 2011 തുടങ്ങിയ ജേർണിയാണ് ഇപ്പൊ ഇവിടെ 2025 വരെ എത്തി. ലോങ് ജേർണിയാണ്. നമ്മളുടെ ആദ്യത്തെ സിനിമ ജനപ്രിയ, ആ സിനിമ എനിക്ക് ഇപ്പോഴും ഭയങ്കര പ്രിയപ്പെട്ട ഒരു സിനിമയാണ്. എനിക്ക് മാത്രല്ല, മലയാളികൾ എല്ലാവരുടെയും ഉള്ളിൽ ഒരു സ്നേഹം തോന്നുന്ന ഒരു പടം. വീണ്ടും കാണാൻ ശ്രമിക്കുന്നത് അതിൽ ജയേട്ടന്റെ അഭിനയാണെങ്കിലും നമ്മളുടെ അടുത്ത് നിൽക്കുന്ന ഒരാളെ പോലെ തോന്നും. അപ്പൊ അങ്ങനത്തെ ആദ്യത്തെ മൂവി തന്നെ അത്രയും വലിയൊരു വിജയത്തിലേക്ക് ആളുകളിലേക്കൊക്കെ എത്തിപ്പെട്ട ഒരു ഇതായിരുന്നു. അപ്പൊ ആ ഒരു സന്തോഷം എങ്ങനെയായിരുന്നു 2011? സന്തോഷം എപ്പോഴും. കാരണം ഞാൻ സിനിമകളിൽ ഞാനൊരു സാധാരണ ജീവിതം നയിക്കുന്ന ആളാണ്. ഇപ്പോഴും സാധാരണക്കാരനെ പോലെ തന്നെ ജീവിക്കുന്ന ഒരാളാണ്.
അപ്പം നമ്മൾ കൂടുതലും സാധാരണക്കാരെ കൂടുതൽ കണ്ടു വരുന്നുണ്ട്. ഞാൻ ഒരിക്കലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലോ ഒക്കെ പഠിച്ച് ഈ പിന്നെ സ്വർണ്ണക്കരണ്ടിയുമായിട്ട് സിനിമയിൽ വന്ന ഒരാളാണ്. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിന്ന് കഷ്ടപ്പെട്ട് ക്ലാപ്പും അതും ഇതൊക്കെ ചെയ്ത് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് സിനിമയിൽ വന്ന ഒരാളാണ്. അപ്പം നമ്മളുടെ ആ യാത്രയിൽ ഇവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ളവരാണ്. ഇതൊക്കെയാണ് നമ്മുടെ സിനിമയിൽ നമുക്ക് ഗുണം ഉണ്ടാക്കുന്നത്. ഒരു പക്ഷെ അതൊക്കെ ആയിരിക്കാം ഒരു പക്ഷെ എനിക്കും സാധാരണക്കാരുടെ കഥകളോട് കൂടുതൽ താല്പര്യം തോന്നുന്നുണ്ട്. ഇപ്പൊ ഈ ജനപ്രിയനിലെ ജയസൂര്യയുടെ ക്യാരക്ടർ പോലും എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ ജയസൂര്യയുടെ ക്യാരക്ടർ ആയാലും മനോജ് കെ ജയന്റെ ക്യാരക്ടർ ആയാലും ഈ മനോജ് കെ ജയന്റെ ക്യാരക്ടറും ഇതൊക്കെ എന്റെ ജീവിതത്തിൽ ഫേസ് ടു ഫേസ് ഞാൻ കണ്ട് ഇൻസൾട്ടഡ് ആയിട്ടുള്ള ഒരുപാട് ഏരിയകളുണ്ട്. ആ ഏരിയനെ ഞാൻ പരിഹാസപൂർവ്വം ഞാൻ ആ സിനിമയിൽ കാണിച്ചതാണ്. കാരണം എന്നോട് ഞാനൊരു പ്രോജക്റ്റുമായിട്ട് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അതിൻ്റെ ആ ചാനലിൽ ഇരിക്കുന്ന ആൾ എന്നോട് ചോദിച്ച കുറേ ചോദിക്കുന്നത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്, ഇംഗ്ലീഷ് മൂവീസ് കാണാറുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ തിരിച്ചയാളോട് പറഞ്ഞ മറുപടിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാതെയും ഇംഗ്ലീഷ് മൂവീസ് കാണാതെ നമുക്ക് സിനിമ ഉണ്ടാക്കിക്കൂടെ. അതാണ് തൊടുപുഴക്കാരനായ ജയസൂര്യയുടെ ക്യാരക്ടർ വന്നിട്ട് മനോജ് കെ ജയൻ ഒരു സിനിമ ഉണ്ടാക്കി കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? അതൊരു നമ്മള് മറുപടി പറഞ്ഞ സിനിമയിലൂടെയാണ് ഞാൻ മനസ്സിലായി. ഇത് പറഞ്ഞപ്പോ തന്നെ ബോബൻ ചേട്ടൻ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജീവിതാനുഭവമാണ് നമ്മളെ. അതെ, അത് അനുഭവങ്ങൾ വേണം എന്നാ പറയുന്നത്. ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്കത് ഗുണം ചെയ്യും. അതും ഒരു രസമായിട്ട് പറയാം. ജഗതി ചേട്ടനാണല്ലോ ജനപ്രിയയിലെ പ്രൊഡ്യൂസറായിട്ട് ചെയ്യുന്നത്. അപ്പൊ ജഗതി ചേട്ടൻ അതിനകത്തൊരു സീൻ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മനോജ് കെ ജയൻ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചതാണെന്ന് പറഞ്ഞിട്ട് പുള്ളി ഒന്ന് കഥ പറയും. ഒരു ആർട്ട് മൂവിയുടെ കഥയൊക്കെ പറയും. അത് പറയുമ്പോൾ പുള്ളി പറയും എടുത്തോണ്ട് പോടാ നിന്റെ പൂന ചേന തേങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്ക്. അത് എല്ലാം ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ജയിച്ചേട്ടൻ എൻ്റെ അടുത്ത് വെച്ചു ബോബൻ അത് തന്നെ സാമൂലെ ഇത് സാമൂലിന് കിട്ടിയ അടിയല്ലോ പുള്ളി അത് മനസ്സിലാക്കി എന്നുള്ളതാണ്. പിന്നെ അതിനകത്ത് വേറൊരു ഡയലോഗ് ഉണ്ട്, സിനിമയിൽ പിന്നെ വിജയത്തെക്കാൾ പരാജയമാണ് ആഘോഷമാക്കുന്നതെന്ന് പറയുന്ന ഒരു വാക്കുണ്ട് ജയചേട്ടൻ പറയുന്നത്. അപ്പൊ പുള്ളി അതിങ്ങനെ സ്ക്രിപ്റ്റിൽ, അത് കൃഷ്ണ പൂജപ്പുര സ്ക്രിപ്റ്റ് എഴുതിയ പടമാണ്. പുള്ളി ആ സ്ക്രിപ്റ്റ് ആ ലൈൻ തീർത്ത് പറഞ്ഞു നല്ല ലൈനാണ് കേട്ടോ, സത്യമാണ് പറയുന്നത്. നമ്മളൊരു സിനിമയിൽ വിജയിക്കുമ്പോഴല്ല മറ്റുള്ളവർ ആഘോഷിക്കുന്നത്, നമ്മൾ പരാജയപ്പെടുമ്പോഴാണ് നമ്മളറിയാതെ പലയിടത്തും ആഘോഷങ്ങൾ നടക്കുന്നത്. ശരിയാണത്. അത് ഇപ്പോഴും അങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ്. നമ്മുടെ മുമ്പിൽ കളിച്ച് ജീവിച്ച് സന്തോഷിച്ച് നിൽക്കുന്നവരൊക്കെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മുടെ വീഴ്ചയിലായിരിക്കും. ശരിയാണ്. ശരിക്കും നമ്മൾക്ക് അത് അത്ഭുതമായി എങ്ങനെ സാധിക്കുന്നത്, പക്ഷെ നമ്മൾ പോലും അറിയാതെ അങ്ങനെയാണ് സംഭവിക്കുന്നത്. അത് പക്ഷെ ഒരർത്ഥത്തിൽ നമ്മളും അങ്ങനെയൊക്കെ ആയിരിക്കും. എല്ലാരും അങ്ങനെയാണ്, മനുഷ്യർ എന്ന് പറയുന്നത് അങ്ങനെ ആയിരിക്കും. അങ്ങനെയാണ്. ഇപ്പം 2011 ഉണ്ടായ ഒരു കഥയാണത്. ഇപ്പോഴും ബോബൻ ചേട്ടന് തോന്നുന്നുണ്ട് ഇപ്പോഴും നമ്മുടെ സിനിമാ ഫീൽഡില് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പൊ തീർച്ചയായിട്ടും അല്ലെ? എന്തെങ്കിലും മാറ്റം വന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? സിനിമ എപ്പോഴും എവറി 10 years സിനിമ മാറിക്കൊണ്ടിരിക്കും. നമ്മൾ 80s കണ്ട സിനിമയല്ല 90s കാണുന്നത് അല്ലേ? 90s കണ്ടല്ല 2000 കാണുന്നത്, 2010 2020 അങ്ങനെ നമ്മൾ എടുത്തു നോക്കിയാൽ സിനിമയിൽ നമ്മളെ ജീവിത ചക്രം മാറുന്നതിനനുസരിച്ച് സിനിമയും മാറിക്കൊണ്ടിരിക്കും. കാര്യം നമ്മുടെ ലൈഫിൽ ഏറ്റവും ചേർന്നിരിക്കുന്ന ഒരു സാധനമാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് സിനിമ മാറിക്കൊണ്ടിരിക്കും. ഇന്ന് ഒരു 80 ആള് പറയാണ് ഇതാണോ സിനിമ എന്ന് ചോദിച്ചിട്ട് 90 ആളിനെ കുറ്റം പറയേണ്ട കാര്യമില്ല. കാരണം അവനാ 90 സിനിമ എടുക്കുക. ഇപ്പൊ 90 എടുക്കുന്നവൻ ചിലപ്പം കുറച്ചുകൂടെ കഴിയുമ്പോൾ അടുത്ത് ഇഷ്ടപ്പെടണമെന്നില്ല എന്ന് പറയുന്ന പോലെ സിനിമ ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ആ മാറ്റത്തിനനുസരിച്ച് നമ്മൾ മാറണം. അല്ല നമ്മൾ അവിടെ ഇരുന്നോണ്ട് ഇവരെ കുറ്റം പറയാൻ പാടില്ല. ഇപ്പോഴത്തെ പിള്ളേർ വരട്ടെ, അവര് വന്ന് നല്ല സിനിമകൾ ചെയ്യട്ടെ, അവരവരുടേതായ ചിന്തകൾ ചെയ്യട്ടെ. അത് വിജയിക്കുമോ വിജയിക്കില്ലേ എന്നുള്ളത് പിന്നീടുള്ള കാര്യം. അവരുടെ ജീവിതാനുഭവങ്ങളിൽ കൂടെ അവര് സിനിമ ചെയ്യുന്നു. അവരുടെ ജീവിതം എന്താണോ അതാണ് അവർ സിനിമ ചെയ്യുന്നത്. ആ സിനിമകൾ ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല, ചിലപ്പോൾ ഇഷ്ടപ്പെടാം. നമ്മൾ എത്രയോ സിനിമകൾ വരുന്നു, പുതിയ ജനറേഷൻ സിനിമകൾ വന്ന് ഹിറ്റ് ആയിട്ടില്ല ഇവിടെ, ഹിറ്റ് ആയിട്ടില്ല. തീർച്ചയായിട്ടും അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നാണ് റോമൻസ് എന്നുള്ള മൂവി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നേ ബോബൻ ചേട്ടന്റെ ഒരു ഇന്റർവ്യൂല് പോലും അതിനെ പരാമർശിക്കാതെ പോയിട്ടുള്ള ഒരു ഇന്റർവ്യൂ പോലും എല്ലാരും പറയുന്നു. അത് എനിക്ക് തോന്നുന്നേ ബോബൻ ചേട്ടന്റെ ലൈഫില് അതെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു അതിന്റെ അപ്പുറത്തേക്ക് നമുക്കൊരു സിനിമ ഉണ്ടാക്കുക എന്ന് പറയുന്നത് എനിക്ക് അതിന് ഒരുപാട് എലമെന്റ്സ് ഉണ്ട് അതില്. അത് സംഭവിച്ചു വന്ന എന്തോ ഒരു അനുഗ്രഹം. എന്നാലും അങ്ങനെ ഒരു ജോണർ നമുക്ക് അങ്ങനെ ഒരു ജോണർ എടുക്കാൻ തന്നെ എന്തായിരിക്കും ഒരു എന്താ വെച്ചാൽ എപ്പോഴും ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് മൂവിയാണ് അയാളെ ഇൻഡസ്ട്രിയിൽ നിർത്തുന്നത്.
മനസ്സിലായി. ഫസ്റ്റ് മൂവി ഹിറ്റായ നല്ല അഭിപ്രായമാണല്ലോ. സെക്കൻഡ് മൂവിയിലാണ് അയാളെ അവിടെ ഒരു പ്ലേസ് കിട്ടുന്നത്. ആ ഒരു ഭാഗ്യം എനിക്കുണ്ടായി. എന്റെ സെക്കൻഡ് മൂവി ആയിരുന്നു റോമൻസ്. ആ റോമൻസ് ഈ പറയുന്ന പോലെ പകുതിക്ക് വെച്ച് ഞങ്ങള് ഷൂട്ട് ചെയ്യേണ്ടെന്ന് സിനിമ പ്രോജക്റ്റ് ഉപേക്ഷിക്കാന്ന് വരെ തീരുമാനിച്ച ഒരു അവസ്ഥയാണ്. അത് വേറെ ഒന്നുമില്ല, അന്ന് ഞങ്ങൾക്ക് ഒരു പള്ളി വേണം. അപ്പൊ ഈ പള്ളി സെറ്റ് ഇടാനോ ഒന്നും ഉള്ള ഒരു ബഡ്ജറ്റ് ഒന്നും ആ സിനിമയ്ക്ക് ഇല്ലാത്തൊരു അവസ്ഥ. അങ്ങനത്തെ ഒരു സംഭവം അല്ലായിരുന്നു. അപ്പൊ സ്വാഭാവികം ഞങ്ങൾ ഇവിടെ കേരളത്തിലുള്ള സകല പള്ളികളും അന്വേഷിച്ചു. അപ്പൊ ഞങ്ങൾ നടക്കാൻ പോകുന്നതിനെ നമ്മൾ ചുമ്മാ നിന്നു കൊടുത്താൽ മതി, ഞങ്ങൾ നടന്നോളൂ എന്ന് ഉള്ള വിശ്വാസമാണ് എനിക്ക് ആ സിനിമയിലുണ്ടായത്. അപ്പൊ ഈ കേരളം മുഴുവൻ ഞങ്ങൾ ഒരു പള്ളി അന്വേഷിച്ച് നടന്നു. പല പള്ളികളും ഈ ഷൂട്ടിംഗ് തരുന്നില്ല. ഞങ്ങള് വാഗമണിലൊരു പള്ളി ലാസ്റ്റായിട്ട്, പ്രൊഡ്യൂസർ എൻ്റെ കൂടെ ഉണ്ട്, ലാസ്റ്റായിട്ട് ഈ പള്ളി നമുക്ക് നോക്കാം. ഞങ്ങൾ ആ പള്ളി പോയി, നമ്മുടെ കഷ്ടകാലമാണോ നല്ലതാണോ എന്നറിയില്ല, ഞങ്ങൾ ആ പള്ളി പോയി ചോദിച്ചു, ആ പള്ളി തരത്തില്ല. പിന്നീട് 100 സിനിമകളിൽ ആ പള്ളി വന്നു. അപ്പോഴും ഞാൻ ഇവരെന്താ അന്ന് ഞങ്ങൾക്ക് തരാറുള്ളത്. പക്ഷെ അന്ന് തരാത്ത ദിവസം അന്ന് രാത്രി ഞങ്ങൾ വാഗമണിൽ അവിടെ ഒരു റിസോർട്ടിൽ റൂം എടുത്തിട്ടിരുന്നു. എന്നിപ്പോൾ നമുക്ക് പള്ളി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രോജക്റ്റ് നമുക്ക് ഒഴിവാക്കാം. അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊരു സെറ്റ് പരിപാടി എന്തെങ്കിലും ആലോചിച്ചിട്ട് പോകാൻ പറ്റില്ല, ബഡ്ജറ്റ് നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞു. എന്നാൽ പിന്നെ ഒരു കാര്യം, നമുക്ക് കമ്പം തേനി വഴി അങ്ങ് കൊടൈക്കനാലിലോട്ട് പോകാൻ എന്തായാലും നേരെ കൊടൈക്കനാലിൽ ചെന്നു. കൊടൈക്കനാലിൽ ചെന്ന് ഞങ്ങൾ അവിടെ ഒരു നമ്മളെ കൊട്ടാരക്കരയുള്ള ഒരു അച്ചാൻ്റെ ഒരു ഹോട്ടലുണ്ട്, അവിടെ താമസിച്ചു. ഈ ഹോട്ടലിന്റെ ബാൽക്കണി നിൽക്കുമ്പോൾ ഞാൻ രാവിലെ കാണുന്ന കാഴ്ച ഒരു പള്ളിയുടെ കുരിശാണ്. അവിടെ നിന്ന് ഇറങ്ങിപ്പോയി നോക്കുമ്പോൾ കാണുന്ന ഒരു കരിങ്കല്ലിൽ കെട്ടിയ പിന്നെ മരങ്ങളോ യൂക്കാലിപ്സ് മരങ്ങളൊക്കെ ഒക്കെ നടുവിൽ മഞ്ഞിൽ ഇങ്ങനെ നിൽക്കുക. ഞാൻ എന്താണോ മനസ്സിൽ വിചാരിച്ചു. അപ്പൊ ഈ പള്ളിയെക്കുറിച്ച് നേരത്തെ പ്രൊഡ്യൂസർ എനിക്കൊരു ഇങ്ങനെ ഞാൻ പണ്ടങ്ങാണ്ട് പോയപ്പോൾ കണ്ട ഒരു പള്ളി ഉണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ ആ പള്ളിയുടെ അടുത്താണ് ഞാൻ താമസിക്കുന്നുള്ളതിന് നമുക്ക് ആർക്കും അറിയില്ല. ഞങ്ങൾ ആ പള്ളി കണ്ടുപിടിക്കാനും കൂടി പ്ലാൻ ചെയ്തിട്ട് ഇങ്ങോട്ട് പോയതാണ്. അപ്പൊ ആ പള്ളിയിൽ ഞാൻ നടന്നു പോകുന്നു. ഞാൻ ഹോട്ടലിൽ നിന്ന് ജസ്റ്റ് അത് ഇച്ചിരി ടൗണിലാണ്. നിങ്ങൾ സിനിമ കാണുമ്പം ആ പള്ളി കാടിനകത്ത് ഒരു പള്ളി, അത് ടൗണിനകത്തെ ആ പള്ളി. ഞാനത് പിന്നെ ചീറ്റ് ചെയ്തതാ. അപ്പൊ ഈ പള്ളി ഞാൻ നടന്നു ചെന്ന് നോക്കുമ്പോ ഈ പള്ളി നിൽക്കുന്നു ഇങ്ങനെ എന്റെ കൺമുമ്പിൽ. എന്നാ പിടിച്ചോ, സെറ്റ് ഇട്ട മാതിരി ഒരു പള്ളി. ഞങ്ങൾ ചോദിച്ചു, പെർമിഷൻ കിട്ടി, എന്നാ ഇവിടെ തന്നെ ഷൂട്ട് ചെയ്തോന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ പള്ളിയുടെ ഫ്രണ്ടില് ഇത് വേണം, പി ജി രവിയുടെ കട വേണം, ഓർമ്മയുണ്ടല്ലോ സീന്. അപ്പൊ ഇതെല്ലാം അതൊന്നും സെറ്റ് ചെയ്യാനുള്ള സ്ഥലമില്ല, ടൗൺ അല്ലേ. അതെ, എനിക്കിപ്പോഴും അത് ടൗൺ ആയിരുന്നു എന്നുള്ളത് എനിക്ക് അത് ടൗൺ ആയതുകൊണ്ട് സെറ്റ്. പിന്നെ ഞങ്ങള് വേറെ ഈ സെറ്റ് ഇടാം. അപ്പൊ ഈ പ്രൊഡ്യൂസർ പറഞ്ഞു ഇത് എങ്ങനെ, അവരുടെ മൈൻഡില് ബഡ്ജറ്റ് ഇല്ല, അവരുടെ മൈൻഡിൽ ഇത് പിന്നെ സിനിമയാക്കാൻ പറ്റാത്തല്ലേ. ഒരു ഡയറക്ടർ ചിന്തിക്കുന്ന പോലെ അവർ ചിന്തിക്കും. അവരിങ്ങനെ ഇവിടെ എങ്ങനെ നമുക്ക് കട ഉണ്ടാക്കാൻ പറ്റും, ഡി ജി രവിയുടെ കട. ഞാൻ പറയാം ഞാൻ ചെയ്താൽ പോരെ. എന്നിട്ട് ഞങ്ങൾ ലൊക്കേഷൻ അന്വേഷിച്ച് ഈ അച്ചായൻ ഞങ്ങളെ വണ്ടിയിൽ കൊണ്ടുവന്ന് അവിടുന്ന് മണവണ്ണൂർ എന്ന് പറഞ്ഞിട്ട് ഒരു 40 കിലോമീറ്റർ ഉള്ളിൽ അവിടെ കൊണ്ടുപോയി ഒരു സ്ഥലം, ഒരു ജംഗ്ഷൻ പോലെ സ്ഥലം കാണിച്ചു. അവിടെ ഫിക്സ് ചെയ്ത് ഫോറസ്റ്റിൻ്റെ പെർമിഷൻ വാങ്ങിച്ച് ഫിക്സ് ചെയ്ത് ടി ജി രവിയുടെ കടയും എല്ലാം ഒക്കെ സെറ്റ് ചെയ്ത് പള്ളിയുടെ ഒരു എൻട്രൻസും മണിയും ഒക്കെ സെറ്റ് ചെയ്ത് അവിടെ സെറ്റ് ഇട്ടിട്ട് ഞാൻ അതിൻ്റെ ഒരു റോഡ് നമ്മുടെ പള്ളിയാണെന്ന് ഉദ്ദേശിച്ച് നമ്മൾ അങ്ങനെ ചീറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്തു. ഒരു ഡയറക്ടേഴ്സിന്റെ വ്യൂ ആണ് ഇപ്പൊ നമ്മൾ കണ്ടതല്ലേ. എനിക്ക് തോന്നുന്നു വിധി എന്നൊക്കെ പറയുന്നത് നമ്മൾ ആ എടുക്കേണ്ട സിനിമയായിരുന്നു. അത് ആ ലൊക്കേഷനാണ് ആ സിനിമയുടെ ഏറ്റവും അതാണ് ഞാൻ ഇപ്പൊ മാറിപ്പോയിരുന്നെങ്കിൽ ആ സിനിമ എനിക്ക് ചിലപ്പോ ആൾക്കാരിലേക്ക് എത്തില്ലായിരുന്നു. കാരണം അതില് മെയിൻ ഹൈലൈറ്റ് അത് തന്നെയാണ്, അവിടുത്തെ നാട്ടിൻപുറത്തുള്ള ആൾക്കാരും അവിടുത്തെ ഈ പള്ളി ഒരു ബ്രിട്ടീഷ് മൂഡിലൊരു പള്ളിയും എല്ലാം കൂടെ വന്നപ്പോ ആ സിനിമയ്ക്ക് ഒരു ഭയങ്കര ഭംഗിയാണ്. പിന്നെ അതിനകത്ത് ചാക്കോച്ചനും ബിജുമേനും അവർ രണ്ടുപേരും കോമ്പിനേഷനും കൂടെ വന്നു. അത് എടുത്തു പറയണം. അതാണ് ശരിക്കും അവരുടെ ഹൈലൈറ്റ്. അവരുടെ ആ കോംബോ എന്ന് വെച്ചാൽ വളരെ ചർച്ചയായ ഒരു സമയമായിരുന്നു. ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഓർഡിനറി ഒന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നു. ഞങ്ങൾ ആദ്യം ലാലേട്ടനെയും ചാക്കോച്ചനെയും അവരെ രണ്ടുപേരെയും കൂടെ വെച്ചിട്ടാണ് ഇത് ആദ്യം പ്ലാൻ ചെയ്തത്. നമ്മുടെ സിദ്ദിഖിലെ ലാലേട്ടനെയും ചാക്കോച്ചനെ വെച്ചിട്ടാണ് പ്ലാൻ ചെയ്തപ്പോൾ ലാലേട്ടനോട് ഞാൻ പോയി ലാൽ മീഡിയയിൽ പോയി കഥ പറഞ്ഞു. പക്ഷെ പുള്ളിക്ക് അത് ഞാൻ പറഞ്ഞതിന്റെ എന്തോ കുഴപ്പമാണോ എന്തോന്ന് അറിയില്ല. നമ്മൾ ഓരോ മൂഡിൽ ഓരോ രീതിയിലാണല്ലോ സംസാരിക്കുന്നത്. എന്തോ പുള്ളിക്ക് അതങ്ങോട്ട് കണക്ട് ആയില്ല. പിന്നെയാണ് ബിജുവിന്റെ കാര്യം എനിക്കൊന്ന് ചാക്കോച്ചനാ പറഞ്ഞത്. ഓർഡിനറി എടുക്കുന്നതിന് മുമ്പ് അവര് അപ്പം ഓർഡിനറിയുടെ പ്ലാനിങ്ങോ എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുന്നു അവര് തമ്മിൽ. അപ്പം ബിജുവിന് ഇഷ്ടപ്പെട്ടു കഥ. അങ്ങനെ ഞങ്ങൾ അവരുടെ ഒരു കോമ്പിനേഷനിലേക്ക് പോയത്. പിന്നെ നമ്മുടെ ഭാഗ്യത്തിന് റോമൻസ് ഇറങ്ങുന്ന സമയത്ത് കുറച്ചു മുമ്പ് തന്നെ ഓർഡിനറി ഇറങ്ങി. സൂപ്പർ ഹിറ്റായി. കോംബോ നമ്മളെ പടത്തിലോട്ട് വന്നു. അവരുടെ കോമഡി ആണെങ്കിലും ഭയങ്കരമായിട്ട് വർക്ക് ആവുമായിരുന്നു. അവരുടെ സംസാരം ആണെങ്കിലും അത് നമുക്ക്
ഒരിക്കലും റോമൻസ് ഷൂട്ട് ചെയ്യുമ്പോൾ ഇവരുടെ കോംബോ ഫ്രെയിമിൽ കണ്ടിട്ടില്ല നമ്മള്. ഇവര് പക്ഷെ അവർ ഭയങ്കര കെമിസ്ട്രി ആയിരുന്നു രണ്ടുപേരും കൂടെ. അത് നമുക്ക് കാണാൻ പറ്റും, ഒരു ഓഡിയൻസിന് അത് അറിയാൻ പറ്റും. അതിൽ അഭിനയിച്ച എല്ലാവരും അതെയായിരുന്നു ഭയങ്കര. അതിപ്പോഴും അപ്പൊ ബോബൻ ചേട്ടന്റെ ലൈഫിൽ ഒരു വലിയൊരു വഴിത്തിരിവായിരുന്നു റോമൻസ്. ഇപ്പോഴും എനിക്ക് തോന്നുന്ന ആളുകള് അതിനെ തന്നെ പറയും ബ്രോ. അതിന്റെ പിന്നിൽ കുറെ പൊല്ലാപ്പും ഉണ്ടായല്ലോ. അതെ അതെ, അതിപ്പോ എങ്ങനെയായിരുന്നു മറികടന്നത്? തെറ്റിദ്ധാരണയുടെ പുറത്തായത്. കാരണം വെച്ചാൽ ഈ അച്ഛൻ ഇവര് രണ്ടുപേരും ലോഹ ഇട്ടിട്ട് നമ്മൾ കുറെ ഫോട്ടോഷൂട്ട് ചെയ്തു ഇങ്ങനെ അതായിരുന്നു നമ്മളുടെ സ്റ്റിൽ. അപ്പൊ ഇത് കണ്ടപ്പം വിചാരിച്ചു ഈ അച്ഛന്മാരുടെ കോപ്രായമാണെന്ന് വിചാരിച്ചു. സ്വാഭാവികമായിട്ട് ആർക്കായാലും തോന്നും അങ്ങനെ. പക്ഷെ നമ്മുടെ കഥയില് കള്ളന്മാരാണ് അച്ഛന്മാരായിട്ട് അഭിനയിക്കുകയാണ്. അപ്പൊ അച്ഛന്മാരായിട്ട് അഭിനയിക്കുന്നവർക്ക് അച്ഛനാവാൻ പറ്റില്ലല്ലോ, അവര് കള്ളന്മാരുടെ സ്വഭാവത്തിലേ കാണിക്കുള്ളൂ. അത് ഞാൻ പിന്നെ ക്ലിയർ ചെയ്ത് പടം കണ്ടു കഴിഞ്ഞപ്പോ പിന്നെ അതെല്ലാം എല്ലാവർക്കും മതി. പിന്നെ ഒരു പ്രശ്നം ഉണ്ടായില്ല. പിന്നെ അതില് ട്വിസ്റ്റ് കണ്ടിട്ട് ഞാൻ ആദ്യം ഇങ്ങനെ ഞെട്ടിപ്പോയായിരുന്നു. അതില് ട്വിസ്റ്റ് ആണെങ്കിൽ അതില് പെട്ടെന്ന് ഒരു ഫോട്ടോ കാണിക്കില്ലേ, ആ ഫോട്ടോ കാണിച്ചപ്പോൾ ശരിക്കും പേടിച്ചായിരുന്നു. എനിക്ക് ആദ്യമായിട്ട് കണ്ടത് നല്ല ചിരിച്ചുള്ള ഒരു സിനിമ, ഭയങ്കര കോമഡി ആയിട്ടുള്ള ഒരു സിനിമയില് പെട്ടെന്നൊരു ട്വിസ്റ്റ്, ഹൊറർ മൂഡ് തുടക്കം തൊട്ടേ കാണിക്കുന്നുണ്ട്. ഉണ്ട്. പക്ഷെ വന്ന് ഇത് തുറക്കുമ്പോ അപ്പുറത്തൊരു സെമിത്തേരി, ആ സെമിത്തേരിയുടെ ഒരു മൂഡൊക്കെ കാണും. അതിപ്പോ പറഞ്ഞപ്പോഴാണ് ആ ഒരു സ്ഥലത്തിന്റെയും കൂടി വളരെ പ്രത്യേകതയാണ്. ഇപ്പം ഈ ഡയറക്ടേഴ്സിന്റെ വ്യൂ നമ്മളിപ്പോ സംസാരിച്ചില്ലേ, എനിക്ക് തോന്നുന്നേ ഒരു സിനിമയിലെ ഏറ്റവും വലിയ ടാസ്ക് എടുക്കുന്ന ഒരു ഡയറക്ടറാണ്. എത്രയോ ഒരു വലിയ പ്രോസസ്സാണ്. എനിക്കിപ്പോഴും അറിയാൻ ഒരു ക്യൂരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ ഒരു സ്റ്റോറി നമ്മളുടെ കയ്യിലുണ്ട്, അത് ശരിക്കും ഒരു സ്റ്റോറി ഒരു സ്ക്രിപ്റ്റ് റൈറ്റായി നമ്മൾ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററിനെ കാണുന്നു, ആക്ടേഴ്സിനെ കാണുന്നു, പ്രൊഡ്യൂസറിനെ കാണുന്നു, അതിന്റെ പ്രോസസ്സ് ശരിക്കും എന്താ? ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ നമ്മുടെ പുതുതായിട്ട് വരുന്ന ഡയറക്ടേഴ്സിന് ഒരു സഹായമായിരിക്കും. ലൈക്ക് എന്ന് വെച്ചാൽ നമ്മളിപ്പം ഏത് ജോണറിലെ ഒരു കഥയാണ് ശരിക്കുള്ള സിനിമ ഉണ്ടാവുന്നതും ഇപ്പോഴത്തെ സിനിമ ഉണ്ടാവുന്ന തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയാം. ശരിക്കുള്ള സിനിമ ഉണ്ടാവേണ്ടത് ഒരു കഥ കേട്ടു, ആ കഥയെ സിനിമയാക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളൊരു ചിന്ത ആദ്യം വരണം. പിന്നെ അതിന് തിരക്കഥയിലേക്ക് പോകണം, പിന്നെ ആ തിരക്കഥയ്ക്ക് പറ്റിയ നടന്മാരെ കണ്ടുപിടിക്കണം, എന്നിട്ട് സിനിമ ഉണ്ടാക്കണം. അതാണല്ലോ അതിന്റെ പ്രോസസ്സ്. പക്ഷെ ഇപ്പോഴെങ്ങനെയല്ല, മാർക്കറ്റുള്ള ഒരു നടൻ ഉണ്ടെങ്കിൽ ആ നടന് പറ്റിയ ഒരു കഥ ഉണ്ടാക്കുന്നു അല്ലേ? അത് ആരെയും കുറ്റം പറയാൻ പറ്റില്ല, അത് പണ്ട് തൊട്ടേ ഉണ്ട്. സത്യൻ സാറിന്റെ, സത്യൻ, നസീർ, ജയ, ഇവരുടെ കാലം തൊട്ടേ ഉണ്ട്. ഒരു നായകൻ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ അയാളുടെ മാനറിസങ്ങളും അയാൾ പറയുന്ന സ്റ്റൈലുകളും വെച്ചിട്ട് സിനിമ ഉണ്ടാകുക. ബിസിനസ് അല്ലേ സിനിമ എന്ന് പറഞ്ഞാൽ? കാശിറക്കി കാശ് വരാൻ വേണ്ടിയാണല്ലോ, ആരെയും നന്നാക്കാൻ വേണ്ടിയല്ലത്. അപ്പം അങ്ങനെ അങ്ങ് ആയിപ്പോവും നമ്മള്. പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ല. പണ്ടൊക്കെ ഒരു പരിധി വരെയൊക്കെ നമ്മള് കഥയുണ്ടാക്കി, ആ കഥയിൽ കഥാപാത്രങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം ആ കഥാപാത്രങ്ങൾ പറ്റിയ നടന്മാരെ കണ്ടുപിടിക്കും, സെലക്ട് ചെയ്യുന്നു. പണ്ട് നമ്മള് ലിറിക്സ് എഴുതിയിട്ടാണ് അതിന്റെ ട്യൂൺ ചെയ്യുന്നത്. ഇന്നെങ്ങനെയാണ് നമ്മൾ ട്യൂൺ ചെയ്തിട്ട് ആ ട്യൂണിന് പറ്റിയ ലിറിക്സ്. അതാണ് കാലം മാറ്റിയ മാറ്റം. ഇത് തന്നെ ഏറ്റവും വലിയ ഉദാഹരണം അല്ലേ? ഇപ്പൊ നമുക്കിപ്പം ഒരാളുടെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഡേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ആദ്യം ചിന്തിക്കുക? ഇദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെല്ലാം നമ്മുടെ മനസ്സിലേക്ക് മലവെള്ളം പോലെ വരും അല്ലേ? വന്നിട്ട് അതിങ്ങനെ കിടന്നിട്ട് ഒരാഴ്ച നിന്നാൽ ഇദ്ദേഹത്തിന് പറ്റിയ രൂപവും ഭാവത്തിനും അനുസരിച്ചുള്ള കഥാപാത്രം നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിലുണ്ടാവും. ആ കഥാപാത്രത്തിന് വേണ്ടി ഒരാള് വേറെ തേടി പോകേണ്ട കാര്യമില്ല, ഇദ്ദേഹത്തിനെ തന്നെ വെച്ചിട്ട് ആ കഥാപാത്രം ഉണ്ടാക്കും. പിന്നെ ആ കഥാപാത്രമായിട്ട് സപ്പോർട്ട് ചെയ്ത് കുറെ കഥാപാത്രങ്ങൾ വരും. അപ്പൊ ഇദ്ദേഹത്തിന്റെ സ്ഥിരം ശൈലിയിലുള്ള ഒരു സിനിമ ഉണ്ടാവും, അത് കയറി ഹിറ്റാവും. ഇതുപോലത്തെ ഒരു 10 വരുമ്പോൾ ആൾക്കാർ മടുക്കും. അപ്പൊ വേറെ അടുത്ത ഇതൊരു ഇവോൾവിംഗ് പ്രോസസ് ആണ്. ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ്, നമുക്കല്ലാതെ അതിന് കറക്റ്റ് ആയിട്ടൊരു ഇത് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു അൽമല്ലു ഇറങ്ങിയ സമയത്താന്ന് തോന്നുന്നു ബോബൻചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹീറോയിൻസിന്റെ അടുത്തേക്ക് നമ്മൾ കഥ പറയാൻ ചെല്ലുമ്പോ അവര് ചോദിക്കുന്നത് ഹീറോ ആരാണെന്നാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എല്ലാരും പറയും സ്ത്രീ കഥാപാത്രങ്ങൾ വരുന്നില്ല, സ്ത്രീക്ക് അനുസരിച്ചുള്ള കഥാപാത്രങ്ങൾ കിട്ടുന്നില്ല എന്നൊക്കെ എല്ലാരും പറയും. എനിക്ക് അനുഭവമുള്ളതാണ്. ഞാൻ കഥ പറയാൻ പോകുന്ന സകല ആർട്ടിസ്റ്റുകൾ ആദ്യം ചോദിക്കുന്ന ഹീറോ ആരാണ്. ഈ പറയുന്നവരൊക്കെ തന്നെ നമ്മൾ പറയും ഹീറോ ആരാണെന്ന് ചോദിച്ചിട്ടാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. അതെന്തിനാ? അപ്പൊ സെൽഫ് കോൺഫിഡൻസ് ഇല്ലേ? ശരിയല്ലേ? ഹീറോ ആരാന്ന് എന്തിനാ ചോദിക്കുന്നത്? എന്റെ കഥാപാത്രം എന്നാണ്, നല്ലതല്ല, ഞാനങ്ങ് ചെയ്താൽ പോരെന്ന് ചോദിക്കില്ല. അത് ചെയ്യില്ല. പകരം നമുക്ക് ഇന്റർവ്യൂകളിലൊക്കെ വന്നിരുന്ന് നമുക്ക് പറയാൻ പറ്റും,
നമുക്ക് അങ്ങനെ അങ്ങനെ ഇങ്ങനെ നമുക്ക് കഥാപാത്രങ്ങൾ കിട്ടുന്നില്ല, നമുക്ക് അല്ലെങ്കിൽ ഇത് ബോബൻ ചേട്ടൻ കുറെ കൊല്ലം മുമ്പ് പറഞ്ഞു, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ഇതിപ്പോഴും പറയുന്നില്ല. ഞാൻ പിന്നെ ഇത് കേൾക്കുന്നു, ഒരുപാട് പേര് വന്നിരുന്നുണ്ട് പറയുന്നുണ്ട് സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് നിന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള കഥാപാത്രം. ഈ പറയുന്നതിൽ 90% 10% കാണുമായിരിക്കും അതിൽ പിടിച്ചു നിൽക്കുന്നത്. പക്ഷെ 90% നായികമാരുടെ അടുത്ത് ചെല്ലുമ്പോൾ നായകൻ ആരാണ്? വലിയ നായകനാണെങ്കിൽ അവർ ഹാപ്പിയാണ്, അല്ലെങ്കിൽ അത്ര ഓക്കെ അല്ല. എപ്പോഴും അങ്ങനെയാണല്ലേ. അത് ആരും കുറ്റം പറയാൻ പറ്റില്ല, എല്ലാവരുടെയും നിലനിൽപ്പല്ലേ സിനിമ. വരുമ്പോ ഒരു നായകൻ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന നായകന്റെ കൂടെ നായികയായിട്ട് അഭിനയിക്കുമ്പോൾ അവരും സേഫ് ആണ്, അപ്പൊ ആർക്കും റിസ്ക് എടുക്കാൻ വയ്യ. പിന്നെ ഇന്റർവ്യൂവിനൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ പറയാലോ. അങ്ങനെയാണ്. നമ്മളൊരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് പോയി കഥ പറഞ്ഞ് അതൊരു വലിയ ടാസ്ക് അല്ലേ? അത് ശരിയാ. അതിലെന്തെങ്കിലും ഒരു രസകരമായിട്ടുള്ള ഒരു മൂവ്മെന്റ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? രസകരമല്ലേ, എല്ലാം വിഷമമായി വന്നിട്ടുള്ളൂ. നമ്മളൊരു കഥ മൊത്തം പറഞ്ഞിട്ട് വേണ്ട, കഥ മൊത്തം പറഞ്ഞിട്ടില്ല. എൻ്റെ ഏറ്റവും നല്ല അടുത്ത സുഹൃത്തായ ഒരു നടൻ, ഞാൻ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുമായിട്ട് അദ്ദേഹത്തെ കാണാൻ പോകുന്നു. കാരവാനിൽ കയറിയിരുന്ന് കഥ പറയാന്നൊക്കെ പറയുന്നു. അപ്പോൾ പുള്ളി വേറൊരു ഷോട്ടിൽ ചെയ്യുന്നത്, എടാ ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞിട്ട് പുള്ളി ഇറങ്ങി പോകുന്നു. വൈകിട്ട് 5:30 വരെ ഞങ്ങൾ കാരവാനിലിരുന്നു, പുള്ളി വന്നില്ല. ആ പറയാതെ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി പോകുന്നു. എന്താണ് കാരണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സ്ക്രിപ്റ്റ് റൈറ്ററാണോ ഞാനാണോ എന്താണോ പ്രശ്നമൊന്നും ഞാൻ ചോദിക്കാനും പോയില്ല. പിന്നെ അതിനുശേഷം ഞാൻ ഇപ്പോഴും അറിയില്ല, വിളിച്ചിട്ടില്ല. അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ പിന്നെ അത് സിനിമയില് ഞാൻ പറയട്ടെ, നന്ദി കടപ്പാട് കാര്യങ്ങളൊക്കെ വളരെ കുറച്ചു പേർക്കേ ഉള്ളൂ. അത് എത്ര പേരുണ്ടെന്ന് പോലും അറിയില്ല. കൂടുതലും അവരവരുടെ നിലനിൽപ്പിന് വേണ്ടിയും അവരെയും കുറ്റം പറയുന്നില്ല. ഇപ്പൊ നമ്മളാണെങ്കിലും ഒരുപാട് പടങ്ങളുള്ള, ഇപ്പൊ എനിക്കൊരു പടം വന്നതുകൊണ്ടല്ലേ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യാൻ വന്നത് അല്ലേ? അപ്പൊ അതിനെ കുറ്റം പറയാൻ പറ്റില്ല. എന്നാലും എല്ലാരും അവരവരുടെ നിലനിൽപ്പിന് വേണ്ടി അവരവരുടെ രീതിയിലേക്ക് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാരും ഓട്ടമല്ലേ, നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ്. അവിടെ ചില നന്ദികേടുകളും ചില വിഷമങ്ങളും ഒക്കെ നമുക്കുണ്ടാവാം. പക്ഷെ ഉണ്ടാവുമ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, പാവം ജീവിക്കാൻ വേണ്ടി ഓടുന്നു, ഇതിന്റെ ഇടയിൽ നമ്മൾ ചെയ്ത സഹായം ചിന്തിക്കുന്നില്ല, ചിന്തിക്കാനുള്ള സമയം ചിലപ്പം കിട്ടുന്നില്ല. നമ്മളങ്ങനെ വിചാരിച്ചാൽ നമുക്ക് ഒരു ടെൻഷനും ഉണ്ടാവില്ല, നമുക്കൊരു ഭാരവും ഉണ്ടാവില്ല, നമ്മൾ ഭയങ്കര ഫ്രീ ആയിരിക്കും. എല്ലാവരോടും ഇതും ആലോചിച്ച് രാവിലെ മുതൽ വൈകിട്ട് വരെ അവൻ എന്നെ ചതിച്ചില്ലേ, അവൻ എന്നെ പുതിയ പടം വന്നപ്പോൾ വിളിച്ചില്ലല്ലോ, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് മുന്നോട്ട് പോയാൽ നമ്മളെ സിനിമയുടെ ഇൻഡസ്ട്രിയിൽ അങ്ങനെ ചിന്തിച്ച വലിയ പ്രശ്നമായിരിക്കും, ഭയങ്കര പ്രശ്നമാണ്. ഞാനത് ആലോചിക്കാറില്ല. എനിക്ക് ഒരുപാട് വിഷമങ്ങൾ സംഭവിച്ച ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഹെൽപ്പ് ചെയ്ത് വരും. നമ്മൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചേ ഒരു പൂജ തുടങ്ങിയപ്പോൾ എങ്കിലും ഒന്ന് പറയായിരുന്നു അല്ലേ, അല്ലെങ്കിൽ ഒന്ന് നമ്മളെ എന്ന് ചിന്തിച്ചു. ഇപ്പൊ ഞാൻ തന്നെ തീരുമാനിച്ചു മേലാൻ ഇനി അങ്ങനെ ചിന്തിക്കരുത്. അത് നമുക്കുള്ളതല്ല, വിളിക്കേണ്ടവൻ വിളിക്കും, ഇഷ്ടം ഉള്ളവര് നമ്മളുമായിട്ട് സഹകരിക്കും. പിന്നെ ലൈഫ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അല്ലേ. ഇനി നമുക്കൊരു കുഞ്ഞു സെഗ്മെന്റിലേക്ക് പോവാം. ഈ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഹൂ വിൽ ബി ദ ബെസ്റ്റ് എന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്കറിയാം ബോബൻ ചേട്ടൻ നല്ല നല്ല സിനിമകൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് കഥാപാത്രങ്ങൾ പറയും. ആ കഥാപാത്രങ്ങൾ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ആര് ചെയ്താലായിരിക്കും നന്നാവുക എന്നുള്ളത്. വന്ന സിനിമയാണോ? അല്ല എന്ന് വെച്ചാൽ ശക്തിമാനൊക്കെ ഇല്ലേ, ശക്തിമാൻ, മായാവി, മനസ്സിലായോ? സെറ്റല്ലേ? ഓക്കെ, കഥാപാത്രം. അപ്പൊ ഹൂ വിൽ ബി ദ ബെസ്റ്റ്, അതാണ് നമ്മുടെ സെഗ്മെന്റിന്റെ പേര്. ഫസ്റ്റ്, ശക്തിമാൻ. നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ശക്തിമാനായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടർ ആരായിരിക്കും? ടൊവിനോ അല്ലേ? ഓൾറെഡി ഒരു സൂപ്പർ ഹീറോയുടെ ഒരു ഇമേജ് കിടപ്പുണ്ട്. ഇപ്പൊ സൂപ്പർ ഹീറോ എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് മസിൽസും കാര്യങ്ങളും ഉണ്ടായാൽ മാത്രം ഒരു സൂപ്പർ ഹീറോ ഇമേജ് കിട്ടത്തില്ല. അപ്പൊ ഒരു കഥാപാത്രം അതിനനുസരിച്ച് ചെയ്ത് ഫലിപ്പിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി പാടാം അല്ലേ? അപ്പൊ മിന്നൽ മുരളിയിൽ ടൊവിനോ നന്നായിട്ട് ആ രസമായിട്ട് ചാടി വന്ന് നിൽക്കലും ആ സാധനത്തിനൊക്കെ ഒരു ബോഡി ലാംഗ്വേജ് വേണം. അതിന് നമുക്ക് ഈ പറഞ്ഞ പോലെ മസിൽസും സിക്സ് പാക്സും മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. അതിനൊരു സൂപ്പർ ഹീറോയുടെ ഒരു നാച്ചുറൽ മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ വേണം. അത് ടൊവിനോയ്ക്ക് നന്നായിട്ടുള്ളത് തോന്നുന്നു. ഇനി മിസ്റ്റർ ഷെഫ്. നമ്മുടെ ദിലീപേട്ടൻ ചെയ്തിട്ടുണ്ട്, ദിലീപ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ജനറേഷൻ അല്ല, ആര് വേണേലും പറയാം. ദിലീപേട്ടൻ ഓൾറെഡി ചെയ്തിട്ടുള്ള ദിലീപേട്ടൻ പറയാൻ പറ്റില്ല. വേറെ ഒരു ഷെഫ് എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാദ്യം വന്നത് ദിലീപേട്ടനാണ്. അത് നമ്മൾ മനസ്സിൽ ഓൾറെഡി ലാലേട്ടൻ, മോഹൻലാൽ ഷെഫിന് പറ്റിയ ഒരു
ലാലിന് പിന്നെ എല്ലാം പറ്റും അല്ലേ? ആ ഷെഫിന്റെ ക്യാരക്ടർ ചെയ്യാൻ ചെയ്യാൻ പറ്റിയ പറ്റും. അതെ അല്ലേ? പിന്നെ പുള്ളി അത്യാവശ്യം നല്ലൊരു കുക്ക് ചെയ്യുന്ന ഓൾറെഡി ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് കറക്റ്റ് ആയിരിക്കും. അതെ. തെന്നാലി രാമൻ നമ്മുടെ പണ്ടത്തെ ക്യാരക്ടറാണ് തെന്നാലി രാമൻ, ഓർമ്മയുണ്ടോ? പിന്നെ ആരായിരിക്കും? ബേസിൽ കൊള്ളാല്ലേ? അയ്യടാ, ബേസിൽ ഇപ്പൊ എല്ലാരും മായാവിയിലെ ലുട്ടാപ്പി കറക്റ്റ് ആയിരിക്കും. കേക്കണ്ട. തെന്നാലിയായിട്ട് പിന്നെ കുറച്ചുകൂടെ എനിക്ക് ദിലീപ് നല്ലത് തെന്നാലി അല്ലേ? കുറച്ച് ഒരു ഈ പറയുന്ന പോലെ ഒരു ആ പുള്ളിയുടെ ഒരു ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊക്കെ. അതെ, കറക്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഗേൾസിലേക്ക് പോകാം. നമ്മുടെ ഝാൻസി റാണി ആരായിരിക്കും? ഝാൻസി റാണി പടം കച്ചവടം കൂടെ ആവണല്ലേ? അതാവണം. നയൻതാര. ഓക്കേ, അത്രയോ നല്ല കച്ചവടം. ഇനി ഹൾക്ക്. മനസ്സിലായി. ഹൾക്കിന്റെ ക്യാരക്ടർ ചെയ്യാൻ കാര്യം രണ്ടുണ്ടല്ലോ. അയാൾ നോർമലി നടക്കുന്ന ആളും പിന്നെ രണ്ടും പറ്റണത് വേണം. അവിടെ മലയാളം ഇൻഡസ്ട്രിയിൽ നോക്കുവാണെങ്കിൽ മലയാളം ഇൻഡസ്ട്രിയിൽ ഹൾക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന ലാലേട്ടൻ കുറച്ചുകൂടി തോന്നുന്നു. കാരണം വെച്ചാല് വാലിബൻ എന്ന് പറഞ്ഞ മൂവിയിലെ ലാസ്റ്റ് ഒരു പോർഷനില് എനിക്കത് ഒരു ആനിമേഷൻ സാധനം കാണിക്കുന്നുണ്ട് അല്ലേ? അത് കറക്റ്റ് ആയിരിക്കും. ലാസ്റ്റ് വന്നെ തീറ്ററപ്പായി, നമ്മളുടെ റെപ്പായി. അത് അല്ല, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ റെപ്പായി എന്ന് പറയുമ്പോ ഒരുപാട് സിക്സ് പാക്സിന്റെ ഒന്നും ആവശ്യമില്ല. നല്ല വണ്ണവും വേണമെന്നില്ല. നമ്മൾ കണ്ടിട്ടില്ലേ ഈ പിന്നെ റീൽസിലൊക്കെ കണ്ടല്ലോ, ഇത്രയും ചോറൊക്കെ ഇരുന്ന് കഴിക്കുന്ന മെലിഞ്ഞൊക്കെ ഒരാളായിരിക്കാം തീറ്ററപ്പായിട്ട് അഭിനയിക്കാൻ പറ്റുന്നത് അല്ലേ? ഇപ്പൊ തീറ്ററപ്പായിട്ട് പറ്റിയ ഒരാളെന്ന് പറയുമ്പോ ഇയാള് കൊള്ളാം, സജിൻ. നമ്മുടെ സജിൻ, നമ്മുടെ അമ്പാനല്ലേ? അമ്പാൻ കൊള്ളൂല്ലേ? പിന്നെ അമ്പാന്റെ ഒരു പിന്നെ എനിക്ക് തോന്നുന്നു ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ചോറൊക്കെ ഇങ്ങനെ ഉരുട്ടി അതൊരു പ്രത്യേക അടിപൊളിയായിരിക്കും സജിൻ ബ്രോ. ഓക്കെ, അടിപൊളി. കാസ്റ്റിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇതുപോലെ കാസ്റ്റിംഗ് ഒക്കെ ഇനി നമുക്ക് ചെയ്യാൻ പറ്റട്ടെ അല്ലേ? ഇനി എന്തായാലും ഒരു ഡ്രീം ജോണർ എന്താണ്? നമ്മളിത് നമ്മള് റിയൽ ലൈഫിൽ ചെയ്തിട്ടുണ്ട്, എന്റർടൈൻമെന്റ് ചെയ്തിട്ടുണ്ട്, കോമഡി ഡ്രാമ എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇനി ഇപ്പൊ ബോബൻ ചേട്ടന്റെ ലൈഫിൽ ഇനി ഒരെണ്ണം ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരു ജോണർ ഏതാ? എനിക്കൊരു വലിയ ക്യാൻവാസിൽ ഒരു സിനിമ ചെയ്യണമെന്ന് വലിയ താല്പര്യം, ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മള് ഈ ആദ്യം മുതലേ ഈ പറയുന്ന പോലെ കുഞ്ഞു സിനിമകൾ ചെയ്ത് ഫലിപ്പിച്ചത് കൊണ്ട് എല്ലാരും കുഞ്ഞു സിനിമയുടെ ഡയറക്ടർ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീല് വരും, സ്വാഭാവികമായിട്ട് വരും. പക്ഷെ എന്റെ മനസ്സിൽ എപ്പോഴും ഈ പറയുന്ന പോലെ വലിയ ക്യാൻവാസിൽ ഈ പറയുന്ന പോലെ പഴയ പൂമ്പാറ്റ, അമർ ചിത്രകഥയൊക്കെ കണ്ടിട്ടുള്ള അതുപോലെയുള്ള വലിയ വലിയ ക്യാൻവാസിൽ ബാഹുബലിയൊക്കെ പോലെയുള്ള സിനിമകളൊക്കെ കാണാനും ചെയ്യാനും ഒക്കെ ആഗ്രഹമുള്ള ഒരാളാണ്. പിന്നെ തീർച്ചയായിട്ടും അപ്പോഴും നമ്മൾ ഇതുപോലെ ഇരുന്ന് സംസാരിക്കാൻ പറ്റട്ടെ. ഒരുപാട് സന്തോഷം ഇത്രയും നമുക്ക് പറഞ്ഞു തന്നതിനും ഒക്കെ. പിന്നെ നമുക്ക് ഒരുപാട് ആസ്പയറിംഗ് ഡയറക്ടേഴ്സ് ആണ് നമ്മളുടെ ഈ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരാൻ നോക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഓക്കെ, അവരോടൊക്കെ എന്താണ് ഇപ്പൊ ഇനി തോന്നുന്നു നമ്മളിപ്പോ സംസാരിച്ചതിൽ തന്നെ ബോബൻ ചേട്ടന്റെ സ്ട്രഗിൾസ് ബോബൻ ചേട്ടൻ കുറച്ചായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എന്താണ് അവരോട് ബോബൻ ചേട്ടൻ പറയുന്നത്? അവരോട് ഞാൻ പറയുന്നത്, ഇപ്പം അവര് ഏത് രീതിയിലാണ് ഇപ്പൊ കൂടുതലും നമ്മൾ ഈ സിനിമയിലേക്ക് വരുന്ന തുടക്കകാലത്ത് നമുക്ക് ഉണ്ടാവുന്ന അനുഭവങ്ങൾ ഭയങ്കര മോശമാണ്. ഇപ്പം നമുക്ക് ഈ പറയുന്ന പോലെ ഒരു നെപ്പോ കിഡ്സ് ഒന്നും അല്ലെങ്കിൽ ഭയങ്കര മോശമായിരിക്കും. നമുക്കതിന് പുറത്തു വരാം. എപ്പോഴും നമ്മളെ കഴിവുകൊണ്ട് നമ്മൾ പുറത്തു വരും. എല്ലാവർക്കും മാത്രമല്ല എന്നുള്ളതല്ല, അവരും ഇപ്പം ചിലപ്പോൾ ഈ പറയുന്ന പോലെ നമുക്കിപ്പോൾ നമ്മുടെ അച്ഛനോ അമ്മയോ സിനിമയിലുണ്ടെങ്കിൽ അവർ ഒരു സിനിമയിൽ വരുന്നതായിരിക്കും, അല്ലെ 2 സിനിമ വന്നെന്നിരിക്കും. പിന്നെ അവരുടെ സ്റ്റാർഡം നിലനിർത്തണമെങ്കിൽ അല്ലെങ്കിൽ അവരുടെ കഴിവ് കൊണ്ട് മാത്രം. പിന്നെ നമ്മൾ ആദ്യത്തെ ഒരു 2 കൗതുകം 2 പടത്തിൽ കഴിയും. പിന്നെ അവർ നിലനിൽക്കണമെങ്കിൽ കഴിവ് തന്നെ. അപ്പൊ അവരെ ഒരിക്കലും നമ്മൾ തള്ളി പറയുന്നതല്ല. പക്ഷെ ഇവിടെ വരുന്ന ഭൂരിഭാഗം സിനിമയിൽ ചെയ്യാൻ വരുന്നവരും സാധാരണക്കാരായ അല്ലെങ്കിൽ അത് നല്ല അനുഗ്രഹമാണെന്ന് ഞാൻ പറയുള്ളൂ. അപ്പം നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ നാളത്തെ ഓരോ ചവിട്ടുപടികളും പൊന്തുവലുകളുമായി മാറും. അത് 100% ഉറപ്പാണ്. അപ്പൊ താങ്ക് യു സോ മച്ച് ബോബൻ ചേട്ടാ ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചതിന്. അപ്പം മച്ചാന്റെ മാലാഖ വലിയൊരു വിജയമാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.